എല്ലാ വീരവാദം മുഴക്കലുകൾക്കും അവസാനം നിരുപാധികമായി PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഒപ്പുവച്ചിരിക്കുകയാണ്. മന്ത്രിസഭയിൽ ചർച്ച ചെയ്യാതെ, ഇടതുമുന്നണിയിൽ ചർച്ച ചെയ്യാതെ സുപ്രധാന ഘടകകക്ഷിയായ CPIയുടെ അഭിപ്രായങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് എന്ത് CPI ഏത് CPI എന്ന് ചോദിച്ചുകൊണ്ടാണ് അവർ പോലും അറിയാതെ, മന്ത്രിസഭാ അംഗങ്ങൾ പോലും അറിയാതെ വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയെ ഡൽഹിയിൽ അയച്ച് PM ശ്രീ പദ്ധതിയിൽ CPM ഒപ്പുവെപ്പിച്ചത്. ഈ പണ്ട് CPM BJP ബന്ധത്തിന്റെ ഇടനിലക്കാരനായി പ്രവർത്തിച്ചത് ശ്രീ M ആണ്. ഇപ്പോൾ CPM BJP ബന്ധത്തിന്റെ ഇടനിലയായി പ്രവർത്തിക്കുന്നത് PM ശ്രീയാണ്. അതാണ് വ്യത്യാസം. ഞങ്ങൾ പറഞ്ഞു പണം മേടിക്കുന്നതിലല്ല കുഴപ്പം, RSSന്റെ അജണ്ട, പൊളിറ്റിക്കൽ അജണ്ട അടിച്ചേൽപ്പിക്കുകയാണ് ഇതിലൂടെ. അതിനെ എതിർക്കാൻ പോലും ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. ഒരു ഡിസന്റ് നോട്ട് പോലും കൊടുത്തിട്ടില്ല. ഇത് കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ടാണ് വിദ്യാഭ്യാസം. കോൺഗ്രസ് അതിശക്തമായി ഈ PM ശ്രീ പദ്ധതിയുടെ വേണ്ടി സമ്മർദ്ദം ചെലുത്തുന്ന അതിശക്തയായി എതിർത്തിട്ടുള്ള പാർട്ടിയാണ് നേരത്തെ മുതൽ തന്നെ. ഈ പദ്ധതി കൺകറന്റ് ലിസ്റ്റിലുള്ള സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും തുല്യ അധികാരമുള്ള വിദ്യാഭ്യാസ കാര്യത്തിൽ സംസ്ഥാനങ്ങളുടെ മീതെ കേന്ദ്രത്തിന്റെ നയം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് എന്ന് പല പ്രാവശ്യം ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, ഇത് കുറച്ച് സ്കൂളുകൾക്ക് മാത്രമാണ് ഇത് കൊടുക്കുന്നത്. അപ്പൊ പൊതുവിദ്യാഭ്യാസ രംഗത്ത് തന്നെ രണ്ടു തരം സ്കൂളുകൾ വരിക. NEP-യെ അടിച്ചേൽപ്പിക്കുകയാണ്, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ, പുതിയ പോളിസിയെ. ഇതിനൊന്നും ഒരു തരത്തിലുള്ള, ഇതെല്ലാം വലിയ വീരവാദം മുഴക്കിയതാണ് നേരത്തെ. ഇതുപോലെ ആയുഷ്മാൻ ആരോഗ്യ പദ്ധതി, അത് കേന്ദ്ര സർക്കാരിന്റെ പേര് എഴുതി വെക്കാൻ വേറെ ആളെ നോക്കിയാൽ മതി എന്നൊക്കെയാണ് ആരോഗ്യമന്ത്രി മുഴക്കിയത്. ഇപ്പോ 1.5-2 കൊല്ലം പണം മേടിക്കാതെ ഇപ്പൊ പണം മേടിച്ചാൽ അതിപ്പോ എഴുതി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതും എല്ലാ സംഘടനകളും അതിശക്തിയായി ഇതിനെ എതിർത്തു. CPM ഇതിനെ എതിർത്തു. CPM കേന്ദ്ര കമ്മിറ്റി അതിനെതിരായ നിലപാടെടുത്തു. CPM കേന്ദ്ര കമ്മിറ്റിയുടെ നിലപാടിനെതിരായിട്ട് പോലുമാണ് CPM ഭരിക്കുന്ന സംസ്ഥാനത്തെ മന്ത്രിസഭ PM ശ്രീ പദ്ധതിയിൽ ഇങ്ങനൊരു നിലപാട് ആരോടും ആലോചിക്കാതെ ഒറ്റയ്ക്കൊരു പാർട്ടി, ഒരു മുന്നണി ഭരിക്കുമ്പോൾ മുന്നണിയിലെ ഘടകകക്ഷികളും മന്ത്രിമാരുമായിട്ട് പോലും ആലോചിക്കാതെ, പ്രതിപക്ഷമായിട്ട് പോലും ആലോചിക്കാതെ ഇങ്ങനെ ഒരു ഏകപക്ഷീയമായ തീരുമാനമെടുത്തത്. ഇത് മുഖ്യമന്ത്രി പോയി പ്രധാനമന്ത്രിയെ കണ്ട് അവരുടെ ഒരു രാഷ്ട്രീയമായ ഒത്തുചേരലിന്റെ ഭാഗം കൂടിയായിട്ടാണ് ഈ പദ്ധതിയിൽ ചേരാൻ വേണ്ടിയിട്ടുള്ള ഈ തീരുമാനം. കാരണം CPM-ന് ഇപ്പോൾ CPI-യേക്കാൾ വലുതാണ് BJP എന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവം. രണ്ടാമത്തെ സുപ്രധാനമായ ഘടകകക്ഷിയായ CPI-യേക്കാൾ വലുതാണ് CPM-ന് കേന്ദ്രം ഭരിക്കുന്ന BJP എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ്. ഞങ്ങൾ ഇതിനു മുമ്പ് CPM BJP ബാന്ധവത്തെ പറ്റിയുള്ള നിരവധിയായ പ്രതിപക്ഷ ആരോപണങ്ങൾ ശരിവയ്ക്കുന്നതാണ് ഈ തീരുമാനം. ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കിയ ഒരു സംസ്ഥാനമാണ് രാജസ്ഥാനാണ്. കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നീട് കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഛത്തീസ്ഗഡ് നടപ്പിലാക്കി. അപ്പോൾ ഇതൊക്കെ ഇല്ല, അതെല്ലാം ഒപ്പോസ് ചെയ്തുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ഒപ്പോസ് ചെയ്തുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, പദ്ധതിക്ക് പണം മേടിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പദ്ധതിക്ക് പണം മേടിക്കേണ്ടത് കേന്ദ്രത്തിന്റെ അവരുടെ ആരെങ്കിലും വീട്ടിൽ നിന്നാണ് പണം എടുക്കുന്നത്. പണം മേടിക്കുന്നതിനൊരു കുഴപ്പമില്ല. പക്ഷെ ഈ അജണ്ട കൂടി എഗ്രി ചെയ്തുകൊണ്ടാണ് ഇവിടെ പൈസ മേടിക്കുന്നത്. അത് കോൺഗ്രസ് അതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ടാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇതാണ് നടപ്പാക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പണം വാങ്ങിച്ചിരിക്കുന്നത്. ഇത് ഇപ്പൊ പൈസ കൊടുത്തില്ലെങ്കിൽ ബാക്കിയുള്ള പദ്ധതികൾ കൂടി പണം കൊടുക്കില്ല എന്ന് ഭയപ്പെടുത്താം കേന്ദ്രം. അതിന് കീഴടക്കിക്കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ടാണ് ഈ അജണ്ടയ്ക്ക് എതിരായിട്ട് നോട്ട് കൊടുത്തുകൊണ്ടാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. കോൺഗ്രസ് ആ നയം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് കോൺഗ്രസിന്റെ നയം. അല്ല, അന്ന് ഒപ്പിടുമ്പോ ഈ കണ്ടീഷൻസ് ഇല്ല. അന്ന് ഒപ്പിടുമ്പോ ഞാൻ എന്നോട് സംസാരിക്കാൻ അനുവദിക്കും. നിങ്ങൾ ചോദിച്ചതിന് ഞാൻ മറുപടി പറയണ. എന്റെ ഇടയിൽ ഇയാൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറയട്ടെ. നിങ്ങൾ ചോദ്യത്തിന് ഞാൻ മറുപടി പറയണേ. അന്ന് ഈ കണ്ടീഷൻസ് ഇല്ല. കണ്ടീഷൻസ് എപ്പോഴാണ് വരുന്നത്? ഇപ്പൊ കർണാടക കണ്ടീഷൻസ് ഇപ്പോഴാണ് വരുന്നത്. കർണാടക BJP ഗവൺമെന്റാണ് ഒപ്പുവെച്ചത്. രാജസ്ഥാനില് കോൺഗ്രസ് ഗവൺമെന്റ് ഒപ്പുവെക്കുമ്പോൾ ഈ കണ്ടീഷൻസ് ഇല്ല. ഈ അടുത്താണ് കണ്ടീഷൻസ് വരുന്നത്. മനസ്സിലായില്ലേ? പുതിയ കണ്ടീഷൻസ് കൂടി വെക്കുന്നത്. അതിനെ ഒപ്പോസ് ചെയ്തു
കോൺഗ്രസ് എല്ലാ സംസ്ഥാന ഗവൺമെന്റുകളും അതിനെ ഒപ്പോസ് ചെയ്തു. കോൺഗ്രസ് പാർട്ടി തന്നെ ദേശീയ തലത്തിലൊരു നയമുണ്ടാക്കി അതിനെ അതിശക്തിയായി എതിർത്തു. പാർലമെന്റിൽ എതിർത്തു, പാർലമെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ എതിർത്തു, എല്ലാ സ്ഥലത്തും എതിർത്തു. അത് നടപ്പാക്കില്ല എന്ന് പറഞ്ഞു. ക്ലിയറാണ്, ക്ലാരിറ്റിയോടുകൂടിയാണ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു അവ്യക്തതയില്ല. ഞങ്ങളത് പരിശോധിച്ചു. ഞാൻ പരിശോധിച്ചിട്ടാണ് ഞാൻ തന്നെ ഈ കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞത്. പൈസ മേടിക്കുന്നതിലല്ല തെറ്റ്. ഈ കണ്ടീഷൻസിന് ഒരു എതിർപ്പ് പോലും പ്രകടിപ്പിച്ചില്ല. ഇത്രയും നാള് സംസാരിച്ചെന്താ? ഒരു കാരണവശാൽ ഇത് അംഗീകരിക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് നേരെ അൺകണ്ടീഷണലായിട്ടാണ് ഞാൻ ഉപയോഗിച്ച വാക്ക് താങ്കൾ ശ്രദ്ധിച്ചില്ല. നിരുപാധികം എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്. അൺകണ്ടീഷണലായിട്ടാണ് അഗ്രിമെന്റ് വെച്ചത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇന്നലെയും നിങ്ങളോട് പറഞ്ഞല്ലോ, തുക ആരും ഇവരുടെ കയ്യിൽ നിന്ന് തരുന്ന പൈസയല്ലല്ലോ, ഇവരാരും വീട്ടിൽ നിന്ന് തരുന്ന പൈസയല്ല. നമ്മൾ കൊടുക്കുന്ന GSTയുടെ പകുതി ശതമാനം കേന്ദ്രമാണ് മേടിക്കുന്നത്. ആ നികുതി പണത്തിൽ നിന്നല്ലേ തരുന്നത്. അത് തരണം. അതിന്റെ മീതെ കണ്ടീഷൻ, കൺകറന്റ് ലിസ്റ്റിലുള്ള ഒരു വിഷയത്തിൽ ഒരു സ്റ്റേറ്റിന്റെ മീതെ കണ്ടീഷൻ അടിപ്പിച്ചുകൊണ്ട് ഇത് ചെയ്യാൻ പാടില്ല. അതാണ്. അല്ല, ആ കണ്ടീഷൻസ് അംഗീകരിച്ചുകൊണ്ടാണ്, ഇപ്പോഴത്തെ കണ്ടീഷൻസ് മുഴുവൻ അംഗീകരിച്ചുകൊണ്ടാണ് ഒപ്പിടുന്നത്. ഒപ്പിട്ടത് ഇപ്പോഴാണ്. ഇപ്പോഴപ്പോ ആ കണ്ടീഷൻസ് അംഗീകരിക്കില്ല എന്നാണ് വേറെ സംസ്ഥാനങ്ങൾ പറയുന്നത്. അല്ല, അതിൽ ഈ കണ്ടീഷൻ അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു. കണ്ടീഷൻ അക്സെപ്റ്റ് ചെയ്യില്ല. കണ്ടീഷൻ നിർബന്ധിച്ച പൈസ കിട്ടില്ല. മനസ്സിലായില്ലേ? കേന്ദ്ര സർക്കാർ ഒഴിവാക്കിയ പല പാഠ്യപദ്ധതികളും നമ്മൾ പ്രത്യേകം പുസ്തകം പഠിച്ച് +1 +2 ഇറക്കിയ ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പൊ അതല്ലേ യഥാർത്ഥ പ്രതിരോധം എന്ന് പറയുന്നത്? എങ്ങനെ ഇതുമായിട്ട് എന്താ ബന്ധമുള്ളത്? ഇത് കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട ഒരു വിഷയത്തിൽ ഏകപക്ഷീയമായ ഒരു പദ്ധതി ഉണ്ടാക്കി, ആ പദ്ധതിക്ക് പുതിയ കണ്ടീഷൻസ് ഉണ്ടായി, സ്റ്റേറ്റുകളുടെ മീതെ അടിച്ചേൽപ്പിക്കുകയാണ്. മനസ്സിലായി? കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഒരുപോലെ നിയമം ഉണ്ടാക്കാൻ അനുവാദമുള്ള വിഷയമാണ്. ആ വിഷയത്തിൽ ഏകപക്ഷീയമായ ഒരു നിലപാടെടുത്ത് ഇതായിരിക്കണം നിങ്ങളുടെ സ്റ്റേറ്റ് പോളിസി എന്ന് പറയാനുള്ള അധികാരം കേന്ദ്രത്തിനില്ല. മനസ്സിലായില്ലേ? കേന്ദ്രത്തിനില്ല. ആ ഇല്ലാത്ത അധികാരമാണ് ഉപയോഗിക്കുന്നത്. അതാണ് കോൺഗ്രസ് അതിനെ പാർലമെന്റിലും പാർലമെന്റിന് പുറത്തും എതിർത്തത്. താങ്കൾ പറയുന്നത് വേറെ പാഠപുസ്തകം അടിച്ചതൊക്കെ വേറെ കേസാണ്. ഇതിലെ കണ്ടീഷൻസ് വേറെയാണ്. അല്ല, തീർച്ചയായിട്ടും പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി നേരിട്ട് കണ്ടിട്ടാണ് ഇതുവരെയുള്ള CPMന്റെ വാദമുഖങ്ങൾ മുഴുവൻ ഒരു വൺ ഫൈൻ മോർണിംഗ് ഇല്ലാതാവുകയാണ്. CPIയും CPMും കോൺഗ്രസും എല്ലാവരുടെ അടുത്ത നിലപാട് ഇത് തന്നെയാണ് ഈ കാര്യത്തിൽ. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ CPM മാത്രം അതിൽ വെള്ളം ചേർത്ത് ഏകപക്ഷീയമായി നിരുപാധികമായി എഗ്രിമെന്റ് വയ്ക്കുകയാണ്. അതല്ലേ പ്രശ്നം. ഒരു ചർച്ച പോലും മന്ത്രിസഭയിൽ നടത്തിയില്ല. ഇടതു മുന്നണിയിൽ പോലും ചർച്ച നടത്തിയിട്ടില്ല. ഒരു ഘടകകക്ഷിയുടെ സംസ്ഥാന സെക്രട്ടറി അതിശക്തമായി ഒരു പാർട്ടി മുഴുവൻ, അതിലെ മന്ത്രിമാർ, നിങ്ങളിപ്പോ കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിലെ വാർത്തകൾ, നിങ്ങൾ തന്നെ കൊടുത്ത വാർത്തകൾ എന്താ? മന്ത്രി രാജൻ അതിനെ ശക്തിയായി എതിർത്ത് ഒരു കാരണവശാലും ഒപ്പുവെക്കരുത് എന്ന് പറഞ്ഞു ഇല്ലേ? ബിനോയ് വിശ്വം CPI സംസ്ഥാന സെക്രട്ടറി പരസ്യമായി വന്നതിനെതിരായിട്ട് പറഞ്ഞു. അപ്പൊ ഏത് CPI എന്നാണ് ചോദിക്കുന്നത്? നിരുപാധികം ഇത് ഒപ്പുവെക്കരുതെന്നാണ്. നിരുപാധികം ഒപ്പുവെക്കരുതെന്നാണ്. മറ്റു കണ്ടീഷനിലെന്നാ പണം നമുക്ക് അവകാശപ്പെട്ടതല്ലേ? കേന്ദ്രം ഒരു പദ്ധതി ഉണ്ടാക്കുമ്പോൾ ആ പണം എല്ലാ സംസ്ഥാനങ്ങൾക്കും അവകാശപ്പെട്ടാണ്. നമ്മൾ നികുതി കൊടുക്കുമല്ലേ? നമ്മൾ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്നല്ലേ ഇത് തരുന്നത്. അത് വേണ്ടെന്ന് പറയേണ്ട കാര്യമില്ല. പക്ഷേ ഈ കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ പറയുന്ന കണ്ടീഷൻസ് സംസ്ഥാനം ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നുണ്ട്. ഫണ്ട് മേടിച്ച് അതേ പദ്ധതി അതേ രീതിയിൽ നടപ്പിലാക്കുന്ന സംസ്ഥാനം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഒപ്പുവെച്ചു കൊടുത്തിരിക്കുകയാണ് മുഴുവൻ. ഞാൻ പറഞ്ഞല്ലേ, അൺകണ്ടീഷണലായിട്ട് നിരുപാധികമായി ഒപ്പുവെച്ചിരിക്കുക. അല്ലല്ല, അവരുടെ ആ എഗ്രിമെന്റിൽ, ഇവർ ഒപ്പുവെച്ച എഗ്രിമെന്റിൽ നടപ്പാക്കണമെന്നുണ്ട്. ഇപ്പോഴത്തെ എഗ്രിമെന്റിൽ മനസ്സിലായി? അതുണ്ട്. താങ്കൾക്ക് തോന്നുന്നതാണ്. ഇനിയിപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ വിശദീകരിച്ചല്ലോ. ഇത് നേരത്തെ എഗ്രിമെന്റ് വെക്കുന്ന സമയത്ത് ഈ കണ്ടീഷൻസ് ഇല്ല. അതിനേക്കാൾ കൂടുതൽ വ്യക്തത എങ്ങനെ വരുന്നത്? ആ വ്യക്തത വരുത്തിയിട്ട് താങ്കൾക്ക് തോന്നുകയാണെങ്കിൽ വേറെ എന്താ കുഴപ്പമാണ്?
അത് പ്രിജുഡീസറാണ്, മുൻവിധിയോടുകൂടി സംസാരിച്ചിട്ടാണ്. അല്ല, നമ്മൾ ആലോചിക്കും, നമ്മൾ ഇതിന്റെ എതിർപ്പ് അറിയിക്കും, ഈ പരിപാടി നടപ്പാക്കില്ലെന്ന് അറിയിക്കും, ഉറപ്പായിട്ട്. അത് കോൺഗ്രസ് സ്റ്റാൻഡാണ്, ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ല. കർണാടക ഗവൺമെന്റും തെലങ്കാന ഗവൺമെന്റും അറിയിച്ചിട്ടുണ്ട് പുതിയ കണ്ടീഷൻസ് വന്നപ്പോൾ ഈ നിബന്ധനകൾ അംഗീകരിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ കോൺഗ്രസിന്റെ ദേശീയ തലത്തിൽ AICCയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നത്, ഇത് അടിച്ചേൽപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട്, സ്റ്റേറ്റിന്റെ മീതെ അടിച്ചേൽപ്പിക്കരുത്, ഇത് നിയമവിരുദ്ധമാണ്, ഭരണഘടനാ തത്വങ്ങൾക്ക് വിരുദ്ധമാണ് എന്നുള്ള നിലപാട് കോൺഗ്രസ് എടുത്തതുകൊണ്ട് ഒപ്പോസ് ചെയ്തുകൊണ്ട് അല്ല, ഏത് CPI എന്ന് CPM സംസ്ഥാന സെക്രട്ടറി ചോദിക്കല്ലേ, ഏത് CPI എന്ന്, എന്നിട്ട് അപമാനം സഹിച്ചുകൊണ്ട് അവരെ അതിന്റെ അകത്ത് തുടരുവാണോ അതോ അവരാലോചിക്കട്ടെ. ഞങ്ങൾ അവരുമായിട്ട് ചർച്ചയും കാര്യങ്ങളൊന്നും നടത്തിയിട്ടില്ല. അവര് പൊളിറ്റിക്കലായിട്ടുള്ള തീരുമാനം എടുക്കേണ്ടത് അവരാണ്, രാഷ്ട്രീയ തീരുമാനം എടുക്കേണ്ടത് അവരാണ്. അല്ല, നമ്മളങ്ങനെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഡിസിഷൻ ഒന്നും എടുത്തിട്ടില്ല, അത് അവരാണ് തീരുമാനം എടുക്കേണ്ടത്, CPI ആണ് തീരുമാനം എടുക്കേണ്ടത്. ഈ നാണക്കേട് സഹിച്ച് LDFൽ തുടരണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ട അവരാ. ഞങ്ങൾ അതിനെക്കുറിച്ച് അല്ലാതെ വരട്ടെ, അവരുടെ ഒരു തീരുമാനം പറയട്ടെ. അവരിപ്പോ ഒരു മുന്നണിയിലെ ഘടകകക്ഷിയല്ലേ, നമ്മളതങ്ങനെ പറയാൻ പാടില്ല. അവർക്ക് അവരുടേതായ ഒരു ക്രെഡിബിലിറ്റി ഉണ്ടല്ലോ. അവര് തീരുമാനം പറയട്ടെ, അപ്പൊ ഞങ്ങളുടെ അഭിപ്രായം പറയാം. തീർച്ചയായിട്ടും ഇത്രയും നാണക്കേട് സഹിച്ച് ഏത് പാർട്ടിയാണ് ഇങ്ങനെ നിൽക്കുന്നത്? ഏതെങ്കിലും പാർട്ടി ഒരു മുന്നണിയിൽ നിൽക്കുക, അവര് പറഞ്ഞിട്ട് അവരോട് കേന്ദ്ര നേതൃത്വം ഉറപ്പ് കൊടുത്ത് ചർച്ച ചെയ്യാന്ന്, അവരുടെ മുന്നണിയിൽ ചർച്ച ചെയ്യാന്ന് ഉറപ്പ് കൊടുത്തു, മുന്നണിയിലും ചർച്ച ചെയ്തില്ല, മന്ത്രിസഭയിലും ചർച്ച ചെയ്തില്ല, ഉഭയകക്ഷി ചർച്ച നടത്താതെ ഏകപക്ഷീയമായി ഒപ്പിട്ട് TV ന്യൂസിൽ കൂടി മാധ്യമങ്ങളുടെ വാർത്തയിൽ കൂടിയാണ് CPIയും മന്ത്രിമാരും നേതൃത്വം അറിയുന്നത്. ഇത് ഒപ്പുവെച്ചു വന്നു. അതിനേക്കാൾ വലിയ നാണക്കേട് ഒരു പാർട്ടിക്ക് ഉണ്ടാകണം എങ്ങനെ? അല്ല, അതൊക്കെ പിന്നീട്, അതൊക്കെ ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്, സാങ്കല്പിക ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട ആവശ്യമില്ല. അല്ല, അവര് പൊളിറ്റിക്കലായി തീരുമാനം എടുക്കേണ്ടത് അവരാണ്. അല്ല, ഇത് ഇരട്ടത്താപ്പാണ്. പുറത്തൊന്ന് പറയുകയും അകത്തൊന്ന് ചെയ്യുകയും ചെയ്യുന്ന വേറൊരു നിലപാടാണ് എടുത്തിരിക്കുന്നത്. എന്ത് സമ്മർദ്ദമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മീതെ കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടായത് എന്ന് വ്യക്തമാക്കണം, ഇതിൽ ഒപ്പിടാൻ. അതാണ് വ്യക്തമാക്കേണ്ടത്. ഏത് തരത്തിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് മീതെ? മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കണ്ടതിന് ശേഷമാണ് ഈ തീരുമാനം എടുക്കുന്നത്. നിലവിലുള്ള ഒരു തീരുമാനത്തിൽ നിന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ തീരുമാനം തന്നെയായിരുന്നു CPMന്റെ തീരുമാനം. താങ്കൾ വേറെ വ്യത്യസ്തമായിട്ട് പ്രതിരോധം തീർത്ത കാര്യമൊക്കെ പറഞ്ഞെങ്കിലും പ്രതിരോധം തീർത്ത കാര്യം അല്ലായിരുന്നു CPMന്റെ തീരുമാനം. ആയിരുന്നോ? CPMന്റെ തീരുമാനം ഞങ്ങളുടെ തീരുമാനം പോലെ തന്നെ ഉറച്ച തീരുമാനമായിരുന്നു, അല്ലെ? CPIയുടെ പോലെ, CPMന്റെ പോലെ, ഞങ്ങളുടെ പോലെ ഉറച്ച തീരുമാനമായിരുന്നു. ആ ഉറച്ച തീരുമാനത്തിൽ നിന്ന് മലക്കം മറിഞ്ഞത് ഏത് രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ പേരിലാണ്? അല്ല, ഞങ്ങൾ പറഞ്ഞല്ലോ, BJPയെ ഭയമാണ്, കേന്ദ്ര ഗവൺമെന്റിനെ ഭയമാണ്, കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഒരുപാട് കേസുകളുണ്ട്. അല്ല, ഇപ്പോ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പുതിയ കണ്ടീഷൻസ് വെച്ചപ്പോൾ ആ കണ്ടീഷൻസ് നമ്മൾ ഒപ്പോസ് ചെയ്തു. ആ കണ്ടീഷൻസ് പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. അവര് ചിലപ്പോ പൈസ തടഞ്ഞു വെക്കും. അപ്പൊ നോക്കാം. അല്ല, അതല്ല, ബോർഡ് വെക്കണതിനൊന്നും കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പ്രോജക്ടിന്റെ ബോർഡ് വെക്കണതിന്റെ കുഴപ്പം നമ്മൾ വെക്കാറുണ്ടല്ലോ, സാധാരണ വെക്കാറില്ല, നേരത്തെയൊക്കെ വെക്കാറില്ല. അതല്ല ഇഷ്യൂ, ബോർഡ് വെക്കണതല്ല ഇഷ്യൂ. കേന്ദ്രത്തിന്റെ ചില പൊളിറ്റിക്കൽ അജണ്ട ഈ പദ്ധതിയിൽ കൂടി അടിച്ചേൽപ്പിക്കുകയാണ്. അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്ന് പറയാണ്, പൈസ കൊടുത്തുകൊണ്ട്. അതിനെയാണ് ഈ പുതിയ കണ്ടീഷൻസ് ആണ് വെച്ചത്. ആ കണ്ടീഷൻസിനാണ് എതിർത്തത്. ഈ പാർട്ടി ജനറൽ സെക്രട്ടറിയെ സംസ്ഥാന സർക്കാരും സംസ്ഥാനത്തെ പാർട്ടിയും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. CPMന്റെ പാർട്ടി ജനറൽ സെക്രട്ടറി MABB ആണ്. MABB പറഞ്ഞതിന് വിരുദ്ധമായിട്ടല്ലേ ഇവര് ചെയ്ത്? MABB കഴിഞ്ഞ ദിവസം പറഞ്ഞെന്താ? CPIയോട് പറഞ്ഞെന്താ? നമുക്ക് സംസാരിക്കാം, അല്ലേ? ഞങ്ങളുടെ നയം അതാണ്, കേന്ദ്ര CPMന്റെ നയവും അതാണ്, ഇതിന് സറണ്ടർ ചെയ്യേണ്ടെന്നാണ് തീരുമാനം എന്ന് പറഞ്ഞു. അതെല്ലാം കാട്ടിൽ പറത്തി. ഏത് കേന്ദ്ര കമ്മിറ്റി? ഈ സംസ്ഥാന കമ്മിറ്റി നിയന്ത്രിക്കുന്ന കേന്ദ്ര കമ്മിറ്റിയല്ലേ അവിടെ ഉള്ളത്? ഈ മുഖ്യമന്ത്രിക്ക് മീതെ ഏത് കേന്ദ്ര കമ്മിറ്റിയുള്ളത്? അത് വ്യക്തമായില്ല ഒന്നും കൂടി. അല്ല, ഞാൻ ചോദിച്ചത്
അതാണല്ലോ മനസ്സിലായല്ലോ. അദ്ദേഹം പ്രധാനമന്ത്രിയെ പോയി കണ്ടിട്ടാണ് CPM-ന്റെ അഭിപ്രായത്തിൽ വെള്ളം ചേർക്കുകയും മലക്കം പറയുകയും ചെയ്തത്. അത് വ്യക്തമാണ്.